ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ US എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്നും എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ജഗൻ. ആൻസർ എന്താണ്? ജഗൻ. നെൽപ്പാടം എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? നെൽ അധികം പാടം. ആൻസർ നെൽ അധികം പാടം. കൂട്ടത്തിൽ പെടാത്ത പദം കണ്ടെത്തുക. ത്രാണി, ശക്തി, മുക്തി, ശേഷി. ഏതാണ് കൂട്ടത്തിൽ പെടാത്ത പദം? അതെ, മുക്തിയാണല്ലേ. ആൻസർ മുക്തി. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. കാലിഫോർണിയയിലെ നിമ്നോന്നതങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. മിസിസിപ്പിയിലെ എല്ലാ കുന്നിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. എല്ലാ മലയോരങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. അടിവരയിട്ട പദം ഏത് പ്രകാരത്തെ കുറിക്കുന്നു? ഏത് പ്രകാരമാണ്? അതെ, നിയോജക പ്രകാരമാണ്. ആൻസർ നിയോജക പ്രകാരം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നിഘണ്ടുവിലേതുപോലെ ക്രമീകരിച്ച് എഴുതിയത് ഏത്? ഏതാണ്? അതെ, അഭിമതം, ഉദ്ഗാരം, ഗർഭഗൃഹം, നിദ്ര. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സന്ദർഭത്തെ ചിത്രത്തിൽ എന്ന പോലെ ദൃശ്യവൽക്കരിക്കുന്നതിന് എന്തു പറയുന്നു? ആൻസർ നിശ്ചല ദൃശ്യം. ഉയർന്നു നിൽക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, തുങ്കം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സത്യമെന്തു കണ്ണീരിനാൽ അവനീ വാഴ്വു കിനാവു കഷ്ടം. ഈ വരിയിൽ യോജിക്കുന്ന ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കുമാരനാശാൻ, വീണപൂവ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽപ്പെടാത്ത പദം കണ്ടെത്തുക. ഏതാണ്? യെസ്, ആൻസർ ഓപ്ഷൻ ഡി, മാലേയം. പത്താമത്തെ ചോദ്യം. നന്മയുള്ളവൻ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും. ഈ വാക്യത്തിന് ഏറ്റവും ഉചിതമായ വരികളേത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. 11ാമത്തെ ചോദ്യം. മുത്തശ്ശൻ കല്ലുതുള്ളുന്നു, ഓൻ്റെ നടുപ്പുറം അടിച്ചു പൊളിക്ക് രാജ. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ ആശയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. 12ാമത്തെ ചോദ്യം. കവിയും നിരൂപകനും ഭാഷാ പണ്ഡിതനുമായിരുന്ന ആർ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന സാഹിത്യ ചർച്ചകളുടെ പേരെന്തായിരുന്നു? ആൻസർ കോലായ. 13ാമത്തെ ചോദ്യം. വാക്ക് ഒരു ചലനശക്തിയാണെന്നും അത് പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തൻ്റെ ആശയം ഊതി വീർപ്പിക്കാനുള്ള ബലൂൺ കാണാറില്ലെന്നും സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നു. ഇവിടെ ബലൂൺ എന്ന പദത്തിൻ്റെ സാന്ദർഭിക അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ബി, ശ്രോതാവ്. 14ാമത്തെ ചോദ്യം. മഹാകവി കുമാരനാശൻ പത്രാധിപരായിരുന്ന മാസിക ഏതാണ്? ആൻസർ വിവേകോദയം. ആൻസർ ഓപ്ഷൻ ബി, വിവേകോദയം. 15ാമത്തെ ചോദ്യം. ജ്ഞാനപീഠം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ ബഹുമതികൾ ലഭിച്ച എഴുത്തുകാരൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, ONV കുറുപ്പ്. ഇതിന് നമുക്ക് മാത്തമാറ്റിക്സ് നോക്കാം. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 180 കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബിലെ അംഗമാണ്. ഓരോ ക്ലബിലെയും അംഗങ്ങളുടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന വൃത്തചിത്രം ചുവടെ നൽകിയിരിക്കുന്നു. ചുവടെയുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1/12 ഭാഗം ഇംഗ്ലീഷ് ക്ലബിൽ അംഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 പാത്രങ്ങളുള്ള ഉള്ളളവുകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ചെറിയ പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ആൻസർ ഓപ്ഷൻ ബി, 1/4 ലിറ്റർ. 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ എ, 6 സെക്കൻഡ്. 34ാമത്തെ ചോദ്യം. BCയുടെ മധ്യബിന്ദുവാണ് D. ത്രികോണം ABDയുടെ പരപ്പളവ് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണം ADCയുടെ പരപ്പളവ് എത്ര? ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x - y × -z തുല്യമായത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ.
ദെൻ 36ാമത്തെ ചോദ്യം ABCD എന്ന സമചതുരത്തിൻ്റെ മൂലകളിൽ നിന്നും 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച സമചതുരമാണ് PQRS. PQRS എന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8 സെൻറ്റിമീറ്റർ. ദെൻ 4⁻27 × 50⁵5 എൻ്റെ ഏറ്റവും ചെറിയ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂർണ്ണവർഗം കിട്ടും? ആൻസർ ഓപ്ഷൻ എ 2. ദെൻ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. ചുവടെയുള്ളവയിൽ ഈ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആകാവുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ എ 19 സെൻറ്റിമീറ്റർ. 12.50 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 13 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ആൻസർ ഓപ്ഷൻ ബി 4%. ദെൻ ചുവടെയുള്ളവയിൽ -10 -4 തുല്യമായത് ഏത്? ആൻസർ ഓപ്ഷൻ എ. ചുവടെയുള്ളവയിൽ 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 36⁻3. ദെൻ 42ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? യെസ്, ഓപ്ഷൻ സി 45. ദെൻ 11 മീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ നിന്നും 2 മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? ആൻസർ ഓപ്ഷൻ ഡി 25. 44ാമത്തെ ചോദ്യം ഒന്നുകളുടെ സ്ഥാനത്ത് 3 വരുന്ന രണ്ടക്ക സംഖ്യകളുടെ ബീജഗണിത രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി. 45ാമത്തെ ചോദ്യം ചിത്രത്തിൽ ABCD എന്ന സാമാന്തരികത്തിനുള്ളിൽ വരച്ച സമഭുജ ത്രികോണമാണ് APD. കോൺ ബി 100 ഡിഗ്രി ആയാൽ കോൺ PDC ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 40 ഡിഗ്രി. ദെൻ ഷെയ്ഡ് ചെയ്ത ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് XYZ എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ്. PQRS എന്ന ചതുരത്തിൻ്റെ പരപ്പളവ് 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ PQX എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചുവടെയുള്ളവയിൽ വലിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ സി 3/7. ദെൻ 48 25 ആളുകളുടെ ശരാശരി പ്രായം 25 ആണ്. 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 50. ദെൻ 49 16⁻16ൻ്റെ 4/1 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 4⁻31. 6⁻10 - 4⁻10ൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമേത്? ആൻസർ ഓപ്ഷൻ ഡി 0.